നിങ്ങൾ ഇതിൻ്റെ മുമ്പ് നിങ്ങൾ വന്നപ്പം ഞങ്ങളോട് മാറിയപ്പോൾ ഞങ്ങളാരും മിണ്ടിയില്ല. കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഞങ്ങൾ ഒരു 2 വാക്ക് സംസാരിക്കാൻ വന്നപ്പം അവരെന്തെല്ലാം ഇഷ്യൂസ് ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്ന് നിങ്ങൾ മനസ്സിലായി. ഞങ്ങളാരും വിഷയത്തിൽ പോകത്തില്ല. ഈ ഇടവക സമാധാനം വേണ്ടത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. വേറെ ഒരു വിഷയമില്ല. കാരണം അച്ഛന്മാർ ഇന്ന് വരും, നാളെ പോകും. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2 വർഷം 3 വർഷം കൊണ്ട് അച്ഛന്മാരെല്ലാം പോകും. ഞങ്ങൾ ഇടവക്കാർ ഒന്നിച്ചിരിക്കണം. ആ ഒരു വിചാരം ഞങ്ങൾക്കുണ്ട്, ആ വിചാരം അവർക്കൊണ്ട് ഉണ്ടാകണം എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇതിനെക്കൂടെ മാത്രമല്ല, അവർക്ക് വണ്ടിയും കൊണ്ട് പോകണമെങ്കിൽ അത് ആ വഴി വളരെ ഭംഗിയായിട്ട് മെയിൻ റോഡിലേക്ക് ഇറങ്ങാവുന്നതാണ്. ഇത് ബോധപൂർവം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഇവരുടെ ശ്രമം. ഒരു കാര്യം ഉറപ്പാണ്, ഇവരെന്തു പറഞ്ഞാലും നീണ്ടൂർ പള്ളിയിലെ വികാരിയച്ഛൻ ഫാദർ പുതുപ്പറമ്പൻ അങ്ങേതാഗ്രഹിച്ചാൽ മാത്രം, അല്ലെങ്കിൽ കോട്ടയം അതിരൂപതയുടെ മെത്രാപ്പോലീത്ത എന്നങ്ങനെ മാറ്റുന്നു, അന്ന് മാത്രമേ അങ്ങേര് ഈ പള്ളിയിൽ നിന്നും പോകത്തുള്ളൂ. ഞങ്ങൾക്ക് കുർബാന അർപ്പിക്കാനും ബലി അർപ്പിക്കാനൊക്കെ എല്ലാം യോഗ്യനായ നല്ലൊരു അച്ഛനാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന അച്ഛനെക്കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഇല്ല. ഇന്ന് വരെ നീണ്ടൂപ്പള്ളിക്കോ നീണ്ടൂപ്പള്ളി വികാരിക്കെതിരെയോ ഒരു മനുഷ്യനും ഒരു കേസും കൊടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷമാണ്, അല്ലെങ്കിൽ ഈ 2022 ജൂലൈ കഴിഞ്ഞിട്ടാണ് ഈ വിഷയമുണ്ടായിരിക്കുന്നത്. ശരിക്കും അത് നമ്മൾ ഈ നീണ്ടൂർ ഇടവകയിലെ ഓരോരുത്തർക്കും മുറിവേറ്റ ഏറ്റവും വലിയ ഒരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് ഈ നീണ്ടൂർ പള്ളിക്കെതിരെ ഈ കൊടുത്തിരിക്കുന്ന ഈ കേസ് ഇവർ പിൻവലിച്ച് ഇത് പ്രശ്നത്തിന് പരിഹാരത്തിന് വേണ്ടി വരികയാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഓരോരുത്തരും ഇവരോടൊപ്പം നിൽക്കും എന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല. ഒരു കാര്യങ്ങൾ കൂടി പറയട്ടെ, നമ്മൾ ഈ തിരഞ്ഞെടുക്കപ്പെട്ട 15 വാർഡിലെ ഓരോ പ്രസിഡന്റുമാർ ഓരോരുത്തർക്കും തയ്യാറാണ് രാജിവെക്കാനായിട്ട്. എന്നിട്ട് ഇവർ പറയുന്നത് പോലെ നിയമസംക്രമം അനുസരിച്ച് തന്നെ നമുക്ക് തിരഞ്ഞെടുപ്പ് നടത്തുവാൻ ഇവിടുത്തെ ഈ 15 കൂടാരയോഗത്തിലെയും ആൾക്കാർ തയ്യാറാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ ഇടവകയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും വില്ലിംഗ് ആണ് എന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്.